ഹായ് സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിലെ ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ദശാംശ രൂപങ്ങൾ അഥവാ ഡെസിമൽ ഫോംസ് എന്ന ഗണിത പാഠഭാഗമാണ് ഇന്നത്തെ ക്ലാസ്. ദശാംശ സംഖ്യകളെ ഫ്രാക്ഷനായും ഭിന്നസംഖ്യാരൂപത്തിലും ഭിന്നസംഖ്യകളെ ദശാംശ രൂപത്തിലും എഴുതാൻ നാം പഠിച്ചു. ഡെസിമൽ നമ്പേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഫ്രാക്ഷണൽ നമ്പേഴ്സ്, ഫ്രാക്ഷണൽ ഫോംസ്, ആൻഡ് ഫ്രാക്ഷൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഡെസിമൽ ഫോംസ്. നോക്കാം. 0.345 എന്ന സംഖ്യയെ 345/1000 എന്നെഴുതാം. 3 ദശാംശ സ്ഥാനങ്ങൾ ആയതുകൊണ്ട് 3 പൂജ്യമുള്ള 10ൻ്റെ ഗുണിതം 0.4287 ഈക്വൽ ടു 4287/1000. 4 ദശാംശ സ്ഥാനം 4 പൂജ്യമുള്ള 10ൻ്റെ ഗുണിതം ഡിനോമിനേറ്ററിൽ, ഛേദത്തിൽ. ഇത്തരത്തിൽ ദശാംശ സംഖ്യകളെ ഭിന്നസംഖ്യാരൂപത്തിൽ എഴുതാം. മറിച്ച് 3/10 ഭിന്നസംഖ്യാരൂപത്തെ ദശാംശ രൂപത്തിലും എഴുതാം എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഡിനോമിനേറ്റർ 10ൻ്റെ ഗുണിതമല്ലാത്ത, 10ൻ്റെ പവേഴ്സ് അല്ലാത്ത ഭിന്നസംഖ്യകളെ എങ്ങനെ മാറ്റി എഴുതാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്. 1/2. ഇവിടെ ഡിനോമിനേറ്റർ 2 ആണ്. പവേഴ്സ് ഓഫ് 10 അല്ല, 10ഓ 10ൻ്റെ കൃതികളോ അല്ല. ആയതുകൊണ്ട് ഡിനോമിനേറ്റർ 10 ആക്കണം, ഛേദത്തെ 10 ആക്കണം. ഛേദം 2 ആണ്. വിച്ച് മൾട്ടിപ്പിൾ ഓഫ് 2 ഈസ് 10? 2ൻ്റെ എത്ര ഗുണിതമാണ് 10? × 5. 2 × 5 ആണ് 10. ഈ 5 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. ഈക്വൽ ടു 5/10. 1/2 can be written as 5/10. So it is equal to 0.5. 3/2. 3/2 equal to 2 can be multiplied by 5 and we get 10. 3 also can be multiplied. 15 divided by 10, which is equal to 1.5. Then 2/5. 2/5. ഇവിടെ ഛേദം ഡിനോമിനേറ്റർ 5 ആണ്. 5 × 2 10. 5നെ 10 ആക്കണം. ന്യൂമറേറ്റർ 2നെ കൂടെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കണം. ഈക്വൽ ടു 4/10 ഈക്വൽ ടു 0.4. അടുത്ത 7/5. ഛേദം 10 ആണ്. ഛേദം 10 ആക്കണം. 5 × 2 10. So 7 also × 2 equal to 14/10 equal to 1.4. അങ്ങനെ ഡിനോമിനേറ്റർ 10 or 10 പവേഴ്സ് അല്ലാത്ത നമ്പേഴ്സിനെയും ഡെസിമൽ ഫോമിൽ എഴുതാം. ഛേദം 10ഓ 10ൻ്റെ കൃത്യംഗങ്ങളോ 10ൻ്റെ കൃതികളോ അല്ലാത്ത സംഖ്യകളെയും ദശാംശ രൂപത്തിൽ എഴുതാം. 2നെ 10 ആക്കാൻ, ഡിനോമിനേറ്റർ ആയിട്ടുള്ള 2നെ 10 ആക്കാൻ × 5, മുകളിലും താഴത്തെയും × 5. 5/10 0.5. 3/2. 2 × 5 10. So 3 also × 5
3 into 5, 15 by 10, 1.5. 2 by 10. 2 multiple of 5 is 10. 5-നെ 5-നെ 2 കൊണ്ട് ഗുണിച്ചാലാണ് 10 കിട്ടുക. അംശത്തെയും 2 കൊണ്ട് ഗുണിച്ചു. 4 by 10 0.4. നെക്സ്റ്റ് 1 by 4. ഇവിടെ ഡിനോമിനേറ്റർ 4 ആണ്. 4-നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും 10 ആവില്ല. 4-ന്റെ ഗുണിതം 10 അല്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത 10-ന്റെ കൃതിയായ 100 ആക്കി നോക്കാം. 10-ന്റെ കൃതി 10 ഘാതം 1 10, 10 ഘാതം 2 10 power 2 100, 10 power 3 1000, 10 power 4 10,000 എന്നിങ്ങനെയാണ് നാം ഡിനോമിനേറ്ററിനെ മാറ്റേണ്ടത്. 4-ന്റെ ഒരു ഗുണിതവും 10 ആവില്ല. പക്ഷേ 4-നെ 25 കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടും. ന്യൂമറേറ്റർ ആയിട്ടുള്ള 1-നെ കൂടെ ഗുണിക്കാം. 25 കൊണ്ട് ഗുണിക്കാം. ഈക്വൽ ടു 25 by 100 ഈക്വൽ ടു 0.25. 3 by 4 ഈക്വൽ ടു 3 into 25 by 4 into 25 equal to 75 by 100 equal to 0.75. Next 7 by 4. 7 into 25 divided by 4 into 25. 175 by 100 equal to 1.75. 4-നെ 25 കൊണ്ട് ഗുണിച്ചാലാണ് 100 ആകും. അംശത്തെയും 25 കൊണ്ട് തന്നെ ഗുണിക്കണം. 3 into 25 75 by 100 0.75. ഇവിടെ 7 into 25 175 by 100 1.75. അങ്ങനെ ഡിനോമിനേറ്റർ 4 ആയ സംഖ്യകളെ ഡിനോമിനേറ്റർ the numbers which can denominator 4 are also can be changed into decimal form. Then what about numbers have denominator 25? ഛേദം 25 ആയ സംഖ്യകളെ എങ്ങനെ മാറ്റാം? നമുക്കറിയാം 25 into 4 25 into 4 equal to 100. 25 into 4 ആണ് 100. അതുകൊണ്ട് 100 ആക്കുന്നതിന് ഇൻറ്റു 4 ചെയ്യാം. ഈക്വൽ ടു 4 by 100 ഈക്വൽ ടു 0.04. 2 by 25. 2 into 4 divided by 25 into 4 which is equal to 8 by 100 equal to 0.08. 7 by 25. 25-നെ 4 കൊണ്ട് ഗുണിച്ച് 100 ആക്കാം. അതുകൊണ്ട് അംശത്തെയും ഛേദത്തെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 4 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 28 by 100 ഈക്വൽ ടു 0.28. അടുത്തത് 1 by 125. 125 into 8 ഈക്വൽ ടു 1000. 125 into 8 1000 അതുകൊണ്ട് അംശത്തെയും ഛേദത്തെയും 8 കൊണ്ട് ഗുണിക്കാം. 8 by 1000 0.008. 7 by 125 7 into 8 by 125 into 8 56 by 1000
0.056. 11/125. 11 ഇൻറ്റു 8/125 ഇൻറ്റു 8. 88/1000 ഈക്വൽ ടു 0.088. ഇത്തരത്തിൽ ഡിനോമിനേറ്റർ 10 അല്ലാത്ത ചില സംഖ്യകളെയും ഡെസിമൽ ഫോമിൽ എളുപ്പത്തിൽ എഴുതാം. ചില സംഖ്യകൾ ഡിനോമിനേറ്റേഴ്സ് 10 അല്ലെങ്കിലും ഛേദം 10 അല്ലെങ്കിലും ചില സംഖ്യകളെ 10ൻ്റെ കൃതികളാക്കി മാറ്റി എഴുതി ദശാംശ രൂപത്തിൽ എഴുതാവുന്നതാണ്. അടുത്തത് 1/8 ആയാലോ? ഈ സംഖ്യകളെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതുക? 8ൻ്റെ ഏത് ഗുണിതമാണ് 10ൻ്റെ കൃതി എന്ന് കണ്ടെത്തുന്നതിന് നമുക്കറിയാം 8 ഇൻറ്റു 125 ആണ് 1000. അപ്പോൾ ഇൻറ്റു 125 ചെയ്യാം. 125/1000 ഈക്വൽ ടു 0.125. 3/8. 8 ഇൻറ്റു 125 ഈക്വൽ ടു 375/1000 ഈക്വൽ ടു 0.375. 7/8 ആയാലോ? 8 ഇൻറ്റു 125 ഛേദം 10ൻ്റെ കൃതിയാക്കാൻ 8നെ 125 കൊണ്ട് ഗുണിച്ചാൽ 1000 കിട്ടും. 7 ഇൻറ്റു 125. 125 ഇൻറ്റു 7 ചെയ്യാം. 7 5 35 3 14 3 17 1 8. 875/1000 0.875. ഇത്തരത്തിൽ ഛേദം 10 അല്ലാത്ത സംഖ്യകളെയും ചില സംഖ്യകളെയും 10ൻ്റെ കൃതിയാക്കി മാറ്റി എഴുതി ദശാംശ രൂപത്തിൽ എളുപ്പത്തിൽ എഴുതാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 3/160 എന്ന സംഖ്യയെ എങ്ങനെ എഴുതാം? അതിനായി 160ൻ്റെ ഏത് മൾട്ടിപ്പിളാണ് 10ൻ്റെ പവർ എന്ന് കണ്ടെത്തണം. അതിനായിക്കൊണ്ട് ഫാക്ടറൈസ് ഘടകക്രിയ ചെയ്യാം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അഭാജ്യ ഘടകങ്ങളാക്കുക. അഭാജ്യ സംഖ്യയായ 2 കൊണ്ട് ഹരിക്കുക. 9 വീണ്ടും 2 കൊണ്ട് 40 2 20 വീണ്ടും 2 10 2 5. ഈ 160നെ 3/160നെ ഘടകങ്ങളാക്കണം. അതിനായിക്കൊണ്ട് 3/160നെ ഡെസിമൽ ഫോമിൽ എഴുതണം. അതിനായിക്കൊണ്ട് 160നെ ഘടകങ്ങളാക്കുക. അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഹരിക്കുക. ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് 160 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 3/160യെ നമുക്ക് 1 2 3 4 5 2/5 ഇൻറ്റു 5/1 എന്നെഴുതാം. 2ൻ്റെ പവർ 5 ആണ്. 5ൻ്റെ പവർ 1 ആണ്. പവേഴ്സ് ഒപ്പമാക്കണം. 10 പവേഴ്സ് ആക്കാനായിക്കൊണ്ട് ഇതിൻ്റെ പവേഴ്സ് ഒപ്പമാക്കണം. അതുകൊണ്ട് തന്നെ 5/4 കൊണ്ട് മുകളിലും താഴത്തും ഇൻറ്റു ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 5/4 എന്നാൽ 5/4. 5 എന്നാൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. 5 ഇൻറ്റു 5 25. 5 ഇൻറ്റു 5 25. 25 ഇൻറ്റു 25 625. 3 ഇൻറ്റു 625 ഡിവൈഡ് ബൈ 2/5 ഇൻറ്റു 5/5. അതായത് 3 ഇൻറ്റു 625 ബൈ 2 ഇൻറ്റു 5/5. 3 5 15 1 6 1 7 3 6 18 ബൈ 10 ഘാതം 5. 2 ഇൻറ്റു 5 10. 10 ഘാതം 5. 1 8 7 5 ബൈ 1 2 3 4 5.
5 ഡെസിമൽ പ്ലേസസ് നീക്കി ഇടണം. അതുകൊണ്ട് 0.018775 ആണ് ഉത്തരം. അടുത്തത് നമുക്കിതുപോലെ 7/160 എഴുതാം. 160 വീണ്ടും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 2, 40, 2, 20, 2, 10, 2, 5 നേരത്തെ ചെയ്തതാണല്ലോ. 160 എന്നുള്ളതിന് 7/2^5 × 5^1. 5ൻ്റെ പവർ കൂടെ 2ൻ്റെ പവറിനൊപ്പം ആക്കണം. അതുകൊണ്ട് 5^4 കൊണ്ട് മുകളിലും താഴത്തും ഇൻറ്റു ചെയ്യുക. 7 × 625 /2^5 × 5^5 which is equal to 7 35 3 14 3 17 1 42 1 43 /10^5 4 3 7 5/3 4 5 equal to 0.043775. മുകളിൽ കൊടുത്തിരിക്കുന്ന സംഖ്യകളെ ഇത്തരത്തിൽ ദശാംശ രൂപത്തിൽ എഴുതണം. ഒന്നാമത്തെ കണക്ക് 3/40, 3/40. So 40 can be factorized. 2 കൊണ്ട് നോക്കാം 20, 2 കൊണ്ട് നോക്കാം 10, 2 കൊണ്ട് 5. It is equal to 3/2^3 × 5. 2ൻ്റെ പവർ 3 ആണ്, 5ൻ്റെ പവർ 1 ആണ്. 5ൻ്റെ പവർ കൂടെ 2ൻ്റെ പവറിനൊപ്പം ആക്കണം. ആയതുകൊണ്ട് 3/2^3 × 5^1 × 5^2. 5^2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു 3 × 5^2 25. 3 × 25 /2^3 × 5^3 which is equal to 75/10^3 equal to 75/1000 equal to 0.075. Next question 7/20. 20യെ ഫാക്ടറൈസ് ചെയ്യണം. ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യണം. 10, 2, 5 which is equal to 7/2^2 × 5^1. 5ൻ്റെ പവർ കൂടെ 2ൻ്റെ പവറിനൊപ്പം ആക്കണം. ഒരു 5 കൊണ്ട് 5^1 കൊണ്ട് മുകളിലും താഴത്തും ഇൻറ്റു ചെയ്യണം. ഈക്വൽ ടു 7 5s are 35 /2^2 × 5^2 equal to 35 /10^2 which is equal to 35/100 equal to 0.35. Next 3/320 എങ്ങനെ എഴുതും? 320യെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. 2 കൊണ്ട് 160, 80, 2 കൊണ്ട് 40, 2 കൊണ്ട് 20, 2 കൊണ്ട് 10, 2 കൊണ്ട് 5. So it is equal to 3/1 2 3 4 5 6 2^6 × 5^1. ആയതുകൊണ്ട് ഡിനോമിനേറ്റർ ഒപ്പമാക്കുന്നതിന് 5^5 കൊണ്ട് 2^6 ആണ്, 5^1 ഉള്ളൂ. 5^5 കൊണ്ട് മുകളിലും താഴത്തും ഇൻറ്റു ചെയ്യുക. 3 × 5^5 / 2^6 × 10^6
5 പവർ 5 എന്നാൽ 625. 5 പവർ 4 എന്നാൽ 625. 5 പവർ 5 എന്നാൽ 625 ഇൻറ്റു 5. 25 2 12 1 31 ആയതുകൊണ്ട് ആൻസർ 3 ഇൻറ്റു 3125 ഡിവൈഡഡ് ബൈ 10 പവർ 6. 5 15 1 2 6 1 7 1 3 3 9 ബൈ 10⁻6. 6 ഡെസിമൽ പ്ലേസസ് ആണ് വരേണ്ടത്. 5 7 3 9 4 നമ്പറേ ഉള്ളൂ. 2 പൂജ്യങ്ങൾ കൂടെ ചേർത്ത് ഡെസിമൽ ഇടണം. ഇത്തരത്തിൽ ഫ്രാക്ഷൻസ് വിത്ത് ഡിനോമിനേറ്റേഴ്സ് അതർ ദാൻ 10 or 10 powers can also be changed into powers of 10, so can be changed into decimal forms. ഛേദം 10ൻ്റെ ഗുണിതത്തിൽ 10ഓ അതിൻ്റെ കൃതികളോ ആയ സംഖ്യകളല്ലെങ്കിലും അവയെ 10ൻ്റെ കൃതികളാക്കി മാറ്റി എഴുതി ദശാംശ രൂപത്തിൽ എഴുതാം. ദശാംശ രൂപങ്ങൾ എന്ന ഈ ഗണിത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.